ഇറാഖിലെ ബസ്വറയിൽ ഖാബിസ് ഇബ്നു റബീഅ എന്ന് പറയുന്ന താബിഈയായൊരു മഹാൻ, അദ്ദേഹത്തിൻ്റെ മുഖം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുഖം പോലെയായിരുന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുആവിയ റളിയല്ലാഹു അൻഹു ഭരണം നടത്തുന്ന കാലം ഇറാഖിലെ ഗവർണറാണ് മുആവിയ തങ്ങൾക്ക് കത്തെഴുതിയത്. മുആവിയ തങ്ങളെ ഇവിടെ ജനങ്ങളൊക്കെ ഒരാളെ കണ്ട് ആകെ ആവേശത്തിലും അത്യാവേശത്തിലുമാണ്. അദ്ദേഹത്തിൻ്റെ മുഖം അഷ്റഫുൽ ഖൽക്കിൻ്റെ മുഖം പോലെയുണ്ട്. അയാളുടെ പേര് ഖാബിസ് ഇബ്നു റബീഅ എന്നാണ്. അദ്ദേഹം ഒരു കർഷകനായിരുന്നു. മുആവിയ റളിയല്ലാഹു അൻഹു ബസ്രയിലേക്ക് ഉത്തരവ് കൊടുത്തു, ഖാബിസ് ഇബ്നു റബീഅയെ മദീനയിലേക്ക് കൊണ്ടുവരണം, ഷാമിലേക്ക്, ഡമസ്കസിലേക്ക് കൊണ്ടുവരണം. മുആവിയ റളിയല്ലാഹു അൻഹു ഖുലഫാഉർ റാഷിദീങ്ങളുടെ 4 മഹാന്മാരുടെ കാലം കഴിഞ്ഞ് 5ാമതായി ഖലീഫയായി വന്ന മഹാനാണ്, സ്വഹാബിയാണ്. സിംഹാസനത്തിലിരിക്കുമ്പോൾ ഖാബിസ് ഇബ്നു റബീഅ എന്ന് പറയുന്ന ഈ മഹാനുഭാവൻ, അദ്ദേഹം ഒരു സാധാരണക്കാരനാണ്, പക്ഷേ അവരുടെ മുഖം ഹബീബിൻ്റെ മുഖം പോലെയായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹം കടന്നു വന്നു. മുആവിയ തങ്ങൾ ചാടി എഴുന്നേറ്റു, ഓടിച്ചെന്ന് ഖാബിസ് ഇബ്നു റബീഅയെ റഹ്മത്തുള്ളാഹി അലൈഹിയെ കെട്ടിപ്പിടിച്ച് ഫഖബ്ബല ബൈന ഐനൈഹി, മഹാനവറുകളുടെ നെറ്റിയിൽ ഉമ്മ വെച്ചു. അപ്പോൾ കൂടെയുള്ള ആളുകളൊക്കെ ചോദിച്ചു, യാ അമീറൽ മുഅ്മിനീൻ, ലോക മുസ്ലിമീങ്ങളുടെ നേതാവായ ഖലീഫയല്ലയോ അങ്ങ്? ഇങ്ങനെ ഒരു സാധാരണ കർഷകന് വേണ്ടി നിങ്ങൾ ഇവിടെ നിന്ന് എഴുന്നേറ്റ് നിൽക്കേണ്ട ആവശ്യമുണ്ടോ? വമാലിയ ലാ അഖൂം, എനിക്ക് എഴുന്നേൽക്കേണ്ടതില്ലയോ? വഅന്നഹു ശബീഹുൻ ബിന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ മുഖം പോലോത്ത മുഖമുള്ള ആളല്ലയോ അദ്ദേഹം? അതുകൊണ്ടാണ് ഞാൻ അയാളെ ആദരിക്കാൻ എഴുന്നേറ്റു നിന്നത് എന്ന് മുആവിയ റളിയല്ലാഹു അൻഹു. ഇത് ഹിബ്ബാണ്, ഇത് സ്നേഹമാണ്. എവിടെയോ കിടക്കുന്ന ഒരാൾ അവരുടെ മുഖത്തിന് ഹബീബിൻ്റെ മുഖത്തിൻ്റെ സാദൃശ്യമുണ്ട് എന്ന് പറഞ്ഞപ്പോഴേക്കും ആളയച്ച് വിളിച്ചു വരുത്തി ആദരിച്ച് ഒരുപാട് സമ്മാനങ്ങൾ വാരിക്കോരി കൊടുത്തിട്ടുണ്ട് മുആവിയ റളിയല്ലാഹു തആല അൻഹു. താബിഈങ്ങളിൽപ്പെട്ട മഹാനാണ്, ബസ്വറക്കാരനാണ്, ഇറാഖിയാണ് ഖാബിസ് ഇബ്നു റബീഅ. ഹബീബിൻ്റെ മുഖസാദൃശ്യമുള്ള ഒരുപാട് ആളുകളുണ്ട്. പ്രശസ്തരായ 10-18 പേരുണ്ട്. തങ്ങളുടെ മുഖം പോലെയായിരുന്നു അവരുടെ മുഖം. അതിലൊരു അത്ഭുതം എന്താണെന്നറിയോ? അള്ളാഹുവിൻ്റെ ഹബീബിനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉപദ്രവിച്ചതിൻ്റെ പേരിൽ അള്ളാഹു തങ്ങളെ ആക്ഷേപിച്ചതിന് തിരിച്ച് റബ്ബ് മറുപടിയായി കൊടുത്ത സൂറയാണ് സൂറത്തുൽ മസദ്. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ്. അബൂലഹബ് തങ്ങളുടെ പിതൃ സഹോദരനാണ്, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ പിതാവിൻ്റെ ജ്യേഷ്ഠനാണ്. ആ അബൂലഹബ് നശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ അബൂലഹബിൻ്റെ ഒരു മകനുണ്ട്, മുഅത്തബ് എന്ന റളിയല്ലാഹു അൻഹു സ്വഹാബിയാണ്. അവരുടെ മകൻ മുസ്ലിം ഇബ്നു മുഅത്തബ് ഇബ്നു അബീ ലഹബ്. അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ മുഖമായിരുന്നു മുസ്ലിം ഇബ്നു മുഅത്തബ് എന്നവർക്ക്. അബൂലഹബിൻ്റെ പേരക്കുട്ടിയാണ് റളിയല്ലാഹു തആല അൻഹു. തങ്ങളുടെ വല്ലിപ്പയായിരുന്ന അബ്ദുൽ മുത്തലിബ് എന്നവർക്ക് ഹാരിസ് എന്ന മകനുണ്ട്, അബൂ താലിബിൻ്റെ സഹോദരൻ. ഹാരിസ് എന്നവരുടെ ഒരു മകനുണ്ട്, അബൂ സുഫിയാൻ ഇബ്നുൽ ഹാരിസ് ഇബ്നു അബ്ദുൽ മുത്തലിബ്. നമ്മൾ സ്ഥിരമായി കേൾക്കുന്ന അബൂ സുഫിയാൻ ഇബ്നു ഹർബ് റളിയല്ലാഹു അൻഹു അവരല്ല. അബൂ സുഫിയാൻ ഇബ്നു ഹാരിസ് ഇബ്നു അബ്ദുൽ മുത്തലിബ്. ഹബീബിൻ്റെ മുഖം പോലെയായിരുന്നു അവരുടെ മുഖം, ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതേ ഹാരിസ് എന്നവരുടെ ഒരു മകനുണ്ട് നൗഫൽ. അവർക്കൊരു മകനുണ്ട് അബ്ദുല്ലാഹിബ്നു നൗഫൽ ഇബ്നു ഹാരിസ് ഇബ്നു അബ്ദുൽ മുത്തലിബ്. ഹബീബിൻ്റെ മുഖമായിരുന്നു അബ്ദുല്ലാഹിബ്നു നൗഫൽ എന്നവർക്ക് റളിയല്ലാഹു അൻഹു.
ഇമാം ഷാഫിഈ തങ്ങളുടെ വല്ലിപ്പയുണ്ട്, മഹാനായ സായിബ് റഹ്മത്തുള്ളാഹി അലൈഹി. ഹബീബിൻ്റെ മുഖമായിരുന്നു അവരുടെ മുഖമെന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. ജഅഫർ തയ്യാർ, ഹബീബായ തങ്ങളുടെ എളാപ്പയായ ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ, ഹംസത്ത് ഇബ്നു അബ്ദുൽ മുത്തലിബ്, ഇത് ജഅഫർ ഇബ്നു അബീ ത്വാലിബ്, അബൂ ത്വാലിബ് എന്നവരുടെ മകൻ ജഅഫർ എന്നവർ, നബി തങ്ങളുടെ കസിൻ ജഅഫർ റളിയല്ലാഹു അൻഹുവിന് ഹബീബിൻ്റെ മുഖമായിരുന്നു. യാ ജഅഫറു അശ്ബഹത ഖൽഖി വഖുലുഖി, ജഅഫറെ നിങ്ങൾക്ക് എൻ്റെ സ്വഭാവവും എൻ്റെ രൂപവും അല്ലാഹു നൽകിയിരിക്കുന്നു. ഇത് പറഞ്ഞപ്പോൾ അവർ രണ്ടുപേരും മദീന പള്ളിയിലായിരുന്നുവെന്നും ഹബീബിൻ്റെ ഈ വാക്ക് കാരണം ജഅഫർ റളിയല്ലാഹു അൻഹു ആനന്ദം കൊണ്ട് തുള്ളിച്ചാടിയിട്ടുണ്ട്. അശ്ബഹത ഖുലുഖി ഖൽഖി വഖുലുഖി, ജഅഫറെ നിങ്ങൾക്ക് എൻ്റെ രൂപവും എൻ്റെ സ്വഭാവവും അല്ലാഹു നൽകിയിട്ടുണ്ട്. ജഅഫർ എന്നവരുടെ മകനുണ്ട് അബ്ദുല്ലാഹി ഇബ്നു ജഅഫർ ഇബ്നു അബീ ത്വാലിബ്, അവരുടെ മുഖവും ഹബീബിൻ്റെ മുഖം പോലെയായിരുന്നുവത്രേ. പൂർണ്ണമായിട്ടല്ലെങ്കിലും സാദൃശ്യം കൂടുതലായിരുന്നു. സ്വഹാബികളിൽ മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ കേട്ടിട്ടില്ലേ? മുസ്അബ് ബിൻ ഉമൈർ എന്നവർ ഹബീബിൻ്റെ മുഖമായിരുന്നവരുടെ മുഖത്തിൻ്റെ രൂപം അങ്ങനെയായിരുന്നു. ഉഹദിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ടാണ് മുസ്അബ് ബിൻ ഉമൈറിനെ മുശ്രിക്കീങ്ങൾ കൊല്ലുന്നത്. അവർ വിചാരിച്ചത് നബിയാണെന്നാ. മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു കഴിഞ്ഞിട്ടില്ല. അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് നബിയുടെ വല്യാപ്പയാണ്. അവരുടെ മകൻ അബ്ബാസ് എന്നവർ റളിയല്ലാഹു അൻഹു സ്വഹാബിയാണ്. അവരുടെ മകനുണ്ട് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് എന്നവർ. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് എന്നവർക്കൊരു സഹോദരനുണ്ട് ഖുസം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. അവരുടെ ഖബറുള്ളത് താഷ്കൻഡിലാണ്, ഉസ്ബെക്കിസ്ഥാനിലാണ്. 2-3 ആഴ്ച ഞാൻ പോകുന്നുണ്ട്, ഒന്ന് സിയാറത്തിൽ പോകുന്നുണ്ട്. ചിലപ്പോൾ വാഹിദിക്കും പോരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഖുസം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി തങ്ങളുടെ രൂപമായിരുന്നു ഖുസം ഇബ്നു അബ്ബാസ് എന്നവർക്ക്. മഹാനവറുകൾ മദീനയിൽ നിന്ന് സമർഖന്ദിലേക്ക് യാത്ര പോയതാണ്. അങ്ങനെ അവിടെ സമർഖന്ദിൽ നടന്നൊരു യുദ്ധത്തിൽ ഷഹീദാണ്. വലിയൊരു ഖബർസ്ഥാനുണ്ട് ഒരു കുന്നിൻ്റെ മുകളിൽ. അവിടെ കഴിഞ്ഞുപോയ ഒരുപാട് ഭരണാധികാരികളുടെയും ഖബറുകളുണ്ട്. വലിയ വലിയ കൊട്ടാരങ്ങൾ പോലെയൊക്കെ ഉണ്ടാക്കിയ ഖബർസ്ഥാനുകളാണ്. വലിയ അത്ഭുതമാണ്. അത് ആ രാജ്യത്തിൻ്റെ കൾച്ചറായിരിക്കും. പക്ഷേ ഖുസം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എവിടെയാണ്? അവിടെ അവരെ സംബന്ധിച്ച് നബി നിങ്ങൾ പറഞ്ഞൊരു ഹദീസൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. താഷ്കൻഡിലല്ല, സമർഖന്ദിൽ. താഷ്കൻഡ് ഉസ്ബെക്കിൻ്റെ തലസ്ഥാനം. ഖുസം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അശ്ബഹത ഖൽഖി വഖുലുഖി, ഹബീബിൻ്റെ മുഖരൂപമായിരുന്നു ഖുസം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ഹബീബിൻ്റെ രൂപമുണ്ടായിരുന്ന 2 മഹത്തുക്കളുണ്ട്. ഒന്ന് ഹസൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു, മറ്റൊന്ന് ഹുസൈൻ ഇബ്നു അലി. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ 2 മക്കൾ ഹസൻ എന്നവരും ഹുസൈൻ എന്നവരും. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മദീന പള്ളിയുടെ മുകളിൽ, മദീന പള്ളിയുടെ മുറ്റത്തിങ്ങനെ നിൽക്കുമ്പോൾ കൊച്ചു ഹസൻ എന്നവർ അവിടെ ഇങ്ങനെ ഓടിക്കളിക്കുമ്പോൾ ഹബീബിൻ്റെ വഫാത്തിന് ശേഷം വാപ്പയായ അലിയാർ തങ്ങൾ അടുത്ത് നിൽക്കുന്നുണ്ട്. ഹസൻ എന്നവരെ വാരിപ്പുണർന്നുകൊണ്ട് സിദ്ദീഖ് എന്നവർ പറഞ്ഞു, മോനെ ഹസനെ, അശ്ബഹത ജദ്ദക വലം തുഷ്ബിഹ് അബാക്, നിൻ്റെ വാപ്പയായ അലിയാരെ പോലെയല്ല മോനെ നിങ്ങളുടെ മുഖം അത് റസൂലിൻ്റെ മുഖമാണ് എന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹസൻ എന്നവരെ നോക്കി പറഞ്ഞിട്ടുണ്ട്. ഹുസൈൻ ഇബ്നു അലി തങ്ങളും അങ്ങനെ. ഹിജറ 5-ാം വർഷമാണ് മദീനയിൽ ഹസൻ എന്നവർ ജനിക്കുന്നത്. ഹിജറ 6-ലാണ് ഹുസൈൻ എന്നവർ ജനിക്കുന്നത്. 2 പേരുടെയും മുഖം ഹബീബിൻ്റെ മുഖം പോലെയായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ താബിഈങ്ങളിൽ ഹബീബിൻ്റെ മുഖരൂപമുണ്ടായിരുന്ന ഖാബിസ് ഇബ്നു റബീഅ റളിയല്ലാഹു അൻഹുവിനെ, താബിഈയാണ് റഹ്മത്തുള്ളാഹി അലൈഹിയെ ബസ്റയിൽ നിന്ന് ഷാമിലേക്ക് ആളയച്ച് കൊണ്ടുവരുത്തി അവരുടെ ഇരു കണ്ണുകൾക്കിടയിൽ ഉമ്മ വെച്ച് ആദരിച്ച സ്വഹാബിയാണ് അബൂ സുഫിയാൻ എന്നവരുടെ മകൻ മുആവിയത്ത് ഇബ്നു അബീ സുഫിയാൻ റളിയല്ലാഹു അൻഹുമാ. ഇത് ഹുബ്ബാൻ, ഇത് സ്നേഹമാണ്. തങ്ങളുടെ ശബ്ദം പോലെയുള്ള ശബ്ദമായിരുന്നു ഫാത്തിമ റളിയല്ലാഹു അൻഹയുടേത്. ഹബീബായ നബി തങ്ങൾ വഫാത്തായി 6 മാസം കൊണ്ട് വഫാത്തായ മഹദിയാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുമായിരുന്നു, ഫാത്തിമ കടന്നു വരുമ്പോൾ
ആ നടത്തം കഅന്ന മിശ്യതഹാ മിശ്യത്തു റസൂലില്ലാഹ്, അത് അല്ലാഹുവിൻ്റെ റസൂല് നടക്കുന്ന നടത്തമാണ് ഫാത്തിമ നടക്കുന്നത്. ആ ശബ്ദം ഹബീബിൻ്റെ ശബ്ദം പോലത്തെ ശബ്ദമാണെന്ന് പറഞ്ഞ് ഖണ്ഡമിടറി കരയുമായിരുന്നു നമ്മുടെ ഉമ്മയായ ഐഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ. ഇത് മഹബ്ബത്താണ്, മദീനയോടുള്ള അഭിനിവേശം. ഇതിനാണ് മദീന പാഷൻ എന്ന് പറയാം. പാഷൻ എന്നത് അഭിനിവേശമാണ്, ആഗ്രഹമാണ്, ഹുബ്ബാണ്. ആ ഹുബ്ബിന് അതിരുകളില്ല. അല്ലാഹുവിൻ്റെ ഹബീബിനെ സ്നേഹിക്കാൻ അതിരുകളില്ല.